പുതിയതിലേക്കുള്ള നമ്മുടെ നോളജില്ലേ, ഒരു പുതിയതിലേക്കുള്ള നമ്മുടെ നോളജിനെ ഡെവലപ്പ് മുമ്പേ ചെയ്യുന്ന ഒരു എക്സ്പാൻഡിങ് പ്രോഗ്രാം വിളിക്കുന്ന പേരെന്താ? റീസെർച്ച് അല്ലേ? ശരിയല്ലേ? ഒരു പുതിയ നോളജിലേക്കുള്ള അത് ഡെവലപ്പ് ചെയ്യുന്ന മുമ്പേ ഉള്ള ഒരു എക്സ്പാൻഷനെ വിളിക്കുന്ന പേരെന്താ? റീസെർച്ച് അല്ലേ? റീസെർച്ച് അല്ലേ? ആണല്ലോ? ആണല്ലോ? ആണല്ലേ? ആണല്ലേ? യെസ്, ആണല്ലോ? കമന്റ് ചെറുപുറ കമന്റ് ആണല്ലോ? ആണ്. എല്ലാവരും ഇനിയും ചോദിക്കുന്നു, ഒന്നുകൂടെ ചോദിക്കുന്നു. മീനിങ് എന്താ? റീയുടെ മീനിങ് എന്താ? This otherwise known as, it's once again അല്ലേ? It's otherwise known as, it's once again അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടല്ലേ? ഫ്രഷ് എന്നോ അത് once again എന്നോ പിന്നെ ഒരു വാക്കൂടെ പറയാം. ആർക്ക് പറയാം? പിന്നെ ഒരു വാക്കൂടെ ഉണ്ട്. ആണോ അവിടെ? ആണോ അല്ലയോ? ആണല്ലേ? അപ്പൊ സെർച്ചിന്റെ മീനിങ് എന്താ? സെർച്ചിന്റെ മീനിങ് സെർച്ചിങ് ദ ഫൈൻഡിങ്സ് അല്ലേ? ഫൈൻഡിങ്സ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളപ്പോ നഴ്സിംഗ് റിസർച്ചിന്റെ മീനിങ് എന്താ? നഴ്സിംഗ് റിസർച്ചിന്റെ മീനിങ് എന്താണ്? അതാണ് നമുക്ക് ഇവിടെ എന്താ ആസ് എ സ്റ്റാഫ് നഴ്സ് എന്താ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്? ഇൻ ദ നഴ്സിംഗ് റിസർച്ചിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇവിടെ നമ്മൾ എന്തിനാണ് എയിം ചെയ്യുന്നത്? ആസ് എ സ്റ്റാഫ് നഴ്സ് ഇൻ ദ നഴ്സിംഗ് റിസർച്ചിൽ ഇവിടെ നമ്മൾ എന്താ എയിം ചെയ്യുന്നത്? എന്തിനാണ്? പേഷ്യന്റ് കൊടുക്കാനുള്ള കെയർ ആണോ? പേഷ്യന്റ് കൊടുക്കാനുള്ളത് കെയർ ആണോ? അല്ലയോ? യെസ് ആണല്ലേ? അതെന്ത് കെയറാ? അത് എന്ത് കെയർ ആയിരിക്കും? ദ ക്വാളിറ്റി ഓഫ് കെയർ അല്ലേ? അപ്പോൾ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഒരു റിസർച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ അവിടെ ഇമ്പോർട്ടന്റ് നോക്കേണ്ടത്? ദ ക്വാളിറ്റി ഓഫ് കെയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കൊടുത്താൽ മാത്രമേ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുത്താൽ മാത്രമേ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവല്ലേ? അപ്പൊ അതിന്റെ എവിഡൻസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ടോ? അത് എന്തിന് ഒരു എവിഡൻസ് ഉണ്ടോ നോക്കാറുണ്ടോ അവിടെ? ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൽ കെയർ കൊടുക്കുമ്പോൾ ഏറ്റവും കെയർ കൊടുത്ത ശേഷം നോക്കാറുണ്ടോ? ടെമ്പറേച്ചർ മാറിയോ നോക്കാറുണ്ടോ അവിടെ? ഇപ്പൊ ടെപ്പിഡ് സ്പഞ്ച് കൊടുത്ത ശേഷം നോക്കാറുണ്ടോ? ഈ പറഞ്ഞ ടെമ്പറേച്ചർ മാറിയോ നോക്കാറുണ്ടോ? ഉണ്ടോ അവിടെ? നോക്കാറുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താ? ആസ് എ സ്റ്റാഫ് നഴ്സ് അതിനെ വിളിക്കുന്ന പേരെന്താ? ആ ഒരു ടേമാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു കേരള PSC എക്സാമിന് കണ്ട ടേം. എന്ത് പറയാം? EBC എന്ന് കേട്ടിട്ടുണ്ടോ? EBC ആർക്ക് പറയാം? EBC ഇറ്റ് ഇസ് എവിഡൻസ് ബേസ്ഡ് കെയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇറ്റ് ഇസ് എവിഡൻസ്ഡ് ബേസ്ഡ് കെയർ. ഈ ഒരു വേർഡ് ഓർമ്മിക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്. മറക്കരുത് അല്ലേ? മറക്കോ? ഈ ഒരു വാക്ക് കണ്ടില്ലെങ്കിൽ അവിടെ ഇറ്റ് ഇസ് അനദർ ടേം കൂടെ കാണാം. ദ ക്വാളിറ്റി ഓഫ് കെയർ എന്ന വാക്ക് നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു വാക്ക് കണ്ടില്ലെങ്കിൽ അവിടെ കാണുന്ന അനദർ നെയിം എന്താ? ദ ക്വാളിറ്റി ഓഫ് കെയർ എന്ന വാക്ക് ഇവിടെ കാണാം. രണ്ടും ഒന്നാണ്. കാര്യം മറക്കോ? ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുന്ന സമയത്ത് ആ കെയർ കൊടുത്ത ശേഷം നോക്കാറുണ്ടോ? ഈ പറഞ്ഞ ടെമ്പറേച്ചർ കുറഞ്ഞോന്നോ നോക്കാറുണ്ടോ? എന്താ ഇറ്റ് ഇസ് എവിഡൻസ് ബേസ്ഡ് കെയർ എന്ന് വിളിക്കാമല്ലോ. ഇത് കിട്ടിയല്ലോ ആർക്കും?
കാര്യം നിസ്സാരം, പക്ഷെ എല്ലാവരും വിട്ടുപോകുന്ന കാര്യമല്ലേ? കാര്യം നിസ്സാരമാണ്, എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ വിട്ടുപോകോ? നിസ്സാര ഒരു കാര്യമാണ്, പക്ഷെ കഴിഞ്ഞ എക്സാം വിട്ടുപോയോ എല്ലാവരും? ഇത് ഏറ്റവും നിസ്സാര കാര്യമല്ലേ? എല്ലാം വിട്ടുപോയോ? കഴിഞ്ഞ വർഷം വിട്ടുപോയോ? ഇല്ല ഈ ടൈം വിട്ടുപോയോ? യെസ്. അടുത്ത ഹെഡിങ് കിട്ടോ? ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ നഴ്സിംഗ്. അടുത്ത ഹെഡിങ് കിട്ടോ? ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ നഴ്സിംഗ്. എന്തൊക്കെയുണ്ട്? ഇമ്പോർട്ടൻസ് ഓഫ് ദ നഴ്സിംഗ് കെയർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? കമന്റ് ചെയ്യടെ, ചെറവറ കമന്റ്. എല്ലാരും ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ സെറ്റ് വർക്ക്ഔട്ട് ഒരു വട്ടം ഇരിക്കുകയാണോ അവിടെ? എല്ലാവരും എന്താ ക്വസ്റ്റ്യൻ സെറ്റ് വർക്ക്ഔട്ട് വട്ട ഇരിക്കുകയാണോ? ആണോ? കമന്റ് ആണല്ലോ. യെസ് കുറെ പേരുണ്ട്, കുറെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഈ ക്വസ്റ്റ്യൻ ടഫ് ആണല്ലോ, എന്തുകൊണ്ടാണ് ഇത്ര ക്വസ്റ്റ്യൻ ടഫ് ആക്കിയിട്ടിരിക്കുന്നത്? മനസ്സിലായി, ക്വസ്റ്റ്യൻ ടഫ് ആക്കിയിട്ട് തന്നെയാണ്. ഓക്കെ ഇതിൽ കുറെ ആൾക്കാർ മിണ്ടുന്നില്ല. അവർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാത്ത ആൾക്കാരാണോ? സോ നോക്കാം, ഈ ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമ്മുടെ റിസർച്ച്, നമ്മുടെ നഴ്സിംഗ് കെയറിൽ എന്താണ് ഇമ്പോർട്ടൻസ് നോക്കാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞ എന്താ, ഇവിടെ എന്താ ഇമ്പോർട്ടൻസ് വരുന്നത്? ആസ് എ സ്റ്റാഫ് നേഴ്സ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് വരുന്ന കാര്യം എന്താ? എവിഡൻസ് ബേസ്ഡ് കെയർ ആണോ? കമന്റ് സാറാവേണ്ടി. റിസർച്ച് നമുക്ക് എന്തിനാണ് ആവശ്യമുള്ളത്? ആദ്യം പറയേണ്ട കാര്യം, ഇപ്പോൾ റിസർച്ച് നമുക്ക് എന്തിനാ ആവശ്യമുള്ളത്? എന്ത് ഡെവലപ്പ് ചെയ്യാനാ? അത് എന്ത് ഡെവലപ്പ്? നിങ്ങൾ ചെറുപറ ആൻസർ ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു കെയർ കൊടുക്കാൻ എന്തിനാ ഇത് ആവശ്യം? ഒരു കെയർ കൊടുക്കാൻ എന്തിനാവശ്യം? ആലോചിച്ച് സ്റ്റാഫ് നേഴ്സ് ഒരു കെയർ കൊടുക്കാൻ ഇവിടെ എന്തിനാ? റിസർച്ചിന്റെ ആവശ്യം എന്താ? ഒരു കെയർ കൊടുക്കാനായിട്ട് നമുക്ക് എന്തിനാണ് ഈ പറഞ്ഞ റിസർച്ചിന്റെ ആവശ്യകത എന്താ? എന്തിനാ? നോളജ് ഡെവലപ്പ് ചെയ്യണോ? നോളജ് ഡെവലപ്പ് ചെയ്യാനാണോ റിസർച്ച് അത്യാവശ്യമല്ലേ? ഈ പറഞ്ഞ നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റിസർച്ച് അത്യാവശ്യമാണ്. മറന്നു പോരുത്. ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടല്ലേ ഒരു കറക്റ്റ് കെയർ കൊടുക്കാൻ നോളജ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും റീസെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു കാണുന്ന അടുത്തൊരു വാക്കാണ്, അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൈമാണ്. ഈ ഒരു നോട്ട് കൃത്യമായി പഠിക്കണം. ഇത് എന്താണ് പാരാഡിഗംസ്? എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. എന്താണ് പാരാഡിഗംസ്? എന്താണ് പാരാഡിഗംസ് ഓഫ് ദ നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നത്? എന്താ പാരാഡിഗംസ് ഓഫ് ദ നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേമിന്റെ മീനിങ് എന്താ? പാരാഡിഗംസിന്റെ മീനിങ് എന്താണ്? ഒരു ചോദ്യം വരുന്ന വരികയാണ്, ഒരു ചോദ്യം സ്ഥിരമായ വരുന്ന വരികയാണ്. എന്താണ് ദ ടേം പാരാഡിഗംസ് മീൻ? എന്താണ്? ഒരു ചോദ്യം എപ്പോഴും ഇവിടെ ചോദിക്കുന്ന വാക്കാണ്. എന്താണ് ദ ടേം പാരാഡിഗംസ് മീനിങ്? എന്താണ്? എന്തായിരിക്കും? ഇവിടെ ജനറൽ വ്യൂ ആണോ? കാഴ്ചപ്പാടാണോ? കാഴ്ചപ്പാടാണോ നമ്മുടെ എല്ലാവരുടെയും? ജനറൽ വ്യൂ ആണോ? ജനറൽ വ്യൂ ആണോ? എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലെന്ന് മനസ്സിലായി കേട്ടോ. ആണോ അല്ലല്ലേ? എനിക്ക് ഒരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ കുറെ പേർ മിണ്ടുന്നില്ല, കുറെ പേർ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, കേൾക്കുന്നില്ല. സ്റ്റൂപ്പറാണോ? ഇവിടെ
ആ സൂപ്പറിനായിരിക്കുകയാണ് അവിടെ. ഇത് പറഞ്ഞാൽ അടുത്തിലോട്ട് പോകുള്ളൂ. പറഞ്ഞാൽ മാത്രമേ പറഞ്ഞുതരുള്ളൂ. നിങ്ങൾക്ക് പാസ് ആവണേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പാസ് ആവണോ, ഈ പറഞ്ഞ റിസർച്ച് എന്ന് പാസ് ആവണോ വേണ്ടേ, എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റിസർച്ച് എന്ന ടോപ്പിക്ക് പാസ് ആവണോ വേണ്ടേ. ഞാൻ സന്തോഷത്തോടെ ഈ കാര്യം എന്താണ്, എനിക്ക് ഭയങ്കര സന്തോഷം എന്നറിയാമോ. ഇന്ന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്താണ്, റിസർച്ച് ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഇന്ന റിസർച്ച് ഇത് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടെ പഠിച്ചോളാം. എന്താണ് ടേം, എന്താ പാരാഡിഗ്സ് എന്ന മീനിങ് എന്താ, എന്താണ് ടേം പാരാഡിഗ്സ് മീനിങ് എന്താണ്, റിസർച്ചിനെ പറ്റിയുള്ള ഒരു വ്യൂ ആണോ, ഒരാളുടെ കാഴ്ചപ്പാടാണോ, റിസർച്ചിനെ പറ്റിയുള്ള ഒരാളുടെ കാഴ്ചപ്പാടാണോ, ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ പെർസീവ് ചെയ്യുന്നതാണോ മീനിങ്, എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുക, അതല്ലേ ഈ പറഞ്ഞ പാരാഡിഗ്സിന്റെ മീനിങ്. ഒരു കാര്യത്തിന് ഇപ്പൊ എന്ത് കാര്യമായാലും അത് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അതാണ് ഈ ഒരു വാക്കിന്റെ മീനിങ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ, ഈ ഒരു ടേമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ, എന്താ പാരാഡിഗ്സ്. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ, സ്റ്റാഫിനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ടുണ്ടോ പാരാഡിഗ്സ് എന്നൊരു ക്വസ്റ്റ്യൻ. പാരാഡിഗ്സ് ഉണ്ടല്ലോ ഉണ്ടല്ലോ. സോ ശ്രദ്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിന്റെ മീനിങ്, എന്താ, ഇതെങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നല്ലേ. കേക്കാലോ. യെസ്, ഈ പറഞ്ഞ പാരാഡിഗ്സ് എന്ന വാക്കിന്റെ മീനിങ് എന്താ, നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുക എന്നാണ് ഇതിന്റെ മീനിങ്. ഒരു ചോദ്യം വരുന്ന ഏരിയയാണ്, ചോദിക്കാറുണ്ട്. ടോൾ എത്ര ടൈപ്സ് പാരാഡിഗ്സ് ഉണ്ട്, ചോദിക്കുന്ന ടോൾ എത്ര ടൈപ്പ് പാരാഡിഗ്സ് ഉണ്ടേ, എത്ര ഉണ്ടായിരിക്കും. സോ ദ ഫസ്റ്റ് ഹെഡിങ് കേട്ടോ, ദ ഫസ്റ്റ് ടൈപ്പ് ആണ് ദ പോസിറ്റീവ് പാരാഡിഗം. എന്താണ് ദ പോസിറ്റീവ് പാരാഡിഗം എന്ന് പറഞ്ഞാൽ, എന്താണ് ദ പോസിറ്റീവ് പാരാഡിഗം എന്ന് പറഞ്ഞതായിരിക്കും. ദ പോസിറ്റീവ്, എന്താണ് ഇതിന്റെ ടൈം പോസിറ്റീവ് പാരാഡിഗം, എന്തായിക്കോട്ടെ. ദ പോസിറ്റീവ് പാരാഡിഗം എന്തായിരിക്കും ദ ടൈം പോസിറ്റീവ് പാരാഡിഗം എന്ന് പറയുന്നത്. there are two types of approaches. the positive paradigms എന്ന് പറയുമ്പോൾ there are two types of approaches ഉണ്ട്. ആ ഒരു പേര് എല്ലാവരും കേട്ടുണ്ടായിരിക്കും. the quantitative quality കേട്ടിട്ടുണ്ടോ എല്ലാവരും? the quantitative approach ഉം the qualitative approach എന്നും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, എന്താ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് അല്ലേ. അപ്പോൾ ഇത് വരുന്ന എവിടെയാ, ചോദിക്കാ ദ പോസിറ്റീവ് പാരാഡിഗ്സിലാട്ടോ, മറന്നു പോയത്. ഇത് വരുന്ന എവിടെയാ, പോസിറ്റീവ് പാരാഡിഗ്സിലാ വരുന്ന അല്ലെ, മറന്നു പോലും ചോദിക്കാറുള്ള. സഭ എന്തായാലും ഇതിന്റെ ടേം മീനിങ് എന്തായിരിക്കും പോസിറ്റീവ് പാരാഡിഗ്സ് എന്ന് പറയുമ്പോൾ ദ ടേം മീനിങ് എന്തായിരിക്കും? ഒരു സയന്റിഫിക് ആയിട്ടുള്ള നമ്മുടെ വ്യൂവിൽ സയന്റിഫിക് ആയിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് റിസർച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. ഒരു സയന്റിഫിക് വ്യൂവിലൂടെ റിസർച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണ്, ഒരു സയന്റിഫിക് വ്യൂവിലൂടെ റിസർച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന എന്തായിരിക്കും? ഒരു സയന്റിഫിക് വ്യൂവിലൂടെ റിസർച്ച് ചെയ്തതിനെ വിളിക്കുന്ന പേരെന്താ ചോദിക്കും. ദ പോസിറ്റീവ് പാരാഡിഗം, ദ പോസിറ്റീവ് പാരാഡിഗം എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണോട് കാണുന്നതും നിങ്ങളുടെ കണ്ണോട് കാണുന്നതും അത് സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റഡി നോട്ട് ഇത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും അവിടെ ഇരുന്നു കൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം കണ്ണോട് കാണുന്നതും അത് ഒന്നാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, അത് ഒന്നാണെങ്കിൽ എന്താ പറഞ്ഞേ
അത് രണ്ടും എന്തായിരിക്കും അവിടെ? ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതും അവിടെ ഇരുന്ന് നിങ്ങൾ കാണുന്നതും അത് ഒന്നാണെങ്കിൽ അത് എന്ത് മെത്തേഡായിരിക്കും? എന്തായിരിക്കും? 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 കമന്റ് പോസിറ്റിവിറ്റി അല്ലേ? പോസിറ്റീവ് അല്ലേ? എന്തായിരിക്കും? അവിടെ ഒരു റിയാലിറ്റി എക്സിസ്റ്റിംഗ് അല്ലേ? അവിടെ ഒരു റിയാലിറ്റി എക്സിസ്റ്റിംഗ് അല്ലേ? 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 ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണുന്നതും ഇതേ നിങ്ങൾ അവിടെ നിന്ന് കാണുന്നതും അവിടെ നിന്നിട്ട് ഒരു റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? അത് മാത്രമാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇവിടെ ഒരു റിയാലിറ്റി എക്സിസ്റ്റിംഗ് ആവുന്നുണ്ട്. വിളിക്കുന്ന പേരെന്താ? പോസിറ്റീവ് പാരാഡിഗം എന്ന് വിളിക്കാം. കിട്ടിയോ? കിട്ടിയോടെ? കിട്ടിയല്ലോ. എല്ലാവരും പറയണം. ദ പോസിറ്റീവ് പാരാഡിഗം. ഞാൻ വളരെ സ്ലോയില് പഠിപ്പിക്കുന്നുള്ളൂ. ഇത് ഞാൻ വളരെ സ്ലോയിൽ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. സ്പീഡ് ഒന്നും വേണ്ട. ഇത് മാത്രം പഠിച്ചാലും ഇവിടുത്തെ മാർക്ക് ഫുള്ള് കിട്ടും. ഇത് മാത്രം പഠിച്ചാലും ഇവിടുത്തെ മാർക്ക് ഫുള്ള് കിട്ടും. 100% ഉറപ്പാ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവ് പാരാഡിഗത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിഡക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് പാരാഡിഗം എന്ന് പറയുമ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിഡക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഡക്റ്റീവ് പ്രോസസ്? എന്തായിരിക്കും? ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും വ്യത്യാസം എന്താ? ഇൻഡക്റ്റീവ് പ്രോസസ്സും ഡിഡക്റ്റീവ് പ്രോസസ്സും എന്ന് പറഞ്ഞ വ്യത്യാസം എന്താ? പറഞ്ഞ ശരിയാണ്. ഇല്ല ശരിയാണ്. ഒരു ജനറൽ ഐഡിയ സ്പെസിഫിക് വരുന്ന എന്താ? ഒരു ജനറൽ ഐഡിയ സ്പെസിഫിക് ഐഡിയയിലോട്ട് വരുന്ന ടൈപ്പ് ഏതാ? ഒരു ജനറൽ ഐഡിയയിൽ നിന്ന് സ്പെസിഫിക് ഐഡിയയിലോട്ട് വരുന്നത് അതേതാ? അത് ഡിഡക്റ്റീവ് ആണല്ലേ? ഒരു വലിയ ജനറൽ ഐഡിയയിൽ നിന്ന് ഒരു സ്പെസിഫിക് ഐഡിയയിലോട്ട് വരുന്ന ഏതാ? ഡിഡക്റ്റീവ് അല്ലേ? അത് ഡിഡക്റ്റീവ് പ്രോസസ് അല്ലേ? ഡിഡക്റ്റീവ് പ്രോസസ് അല്ലേ കുഞ്ഞുങ്ങളെ? ആണല്ലോ? അപ്പൊ അതാണ് ദ പോസിറ്റീവ് പാരാഡിഗത്തിന്റെ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അതാണെന്ന കാര്യം ഓർമ്മിച്ച് വെക്കുക. സെക്കൻഡ് ടൈപ്പ് ആണ്. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പാരാഡിഗമാണ് ഇറ്റ്സ് നാച്ചുറലിസ്റ്റിക് പാരാഡിഗം. സെക്കൻഡ് ടൈപ്സ് ഓഫ് പാരാഡിഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ്സ് നാച്ചുറലിസ്റ്റിക് പാരാഡിഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? ആനന്ദ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആനന്ദ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആനന്ദ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു റിസർച്ചിനെ പറ്റിയുള്ള ഈ പറഞ്ഞ ഒരു സ്റ്റാഫ് നേഴ്സിന്റെ വ്യൂവിനെ വിളിക്കുന്ന പേരെന്താ? ഒരു റിസർച്ചിനെ പറ്റിയുള്ള സ്റ്റാഫ് നേഴ്സിന്റെ വ്യൂവിനെ വിളിക്കുന്ന പേരെന്താ? കാഴ്ചപ്പാടിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഒരു റിസർച്ചിനെ പറ്റിയുള്ള സ്റ്റാഫ് നേഴ്സിന്റെ ഒരു വ്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ്. എന്ത് വിളിക്കാം? അത് പോസിറ്റീവ് ആണോ? അവിടെ ആണല്ലോ? അത് പാരാഡിഗംസ് ആണോ? അത് പോസിറ്റീവ് ആണോ? അതോ പാരാഡിഗംസ് ആണോ? നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കും.
പാരാഡിഗംസ് അല്ലേ? പാരാഡിഗംസ് അല്ലേ? പാരാഡിഗംസ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് പറയുന്ന ഒരു കാര്യം അത് ഏതായിരിക്കും? ഒരു പേഷ്യന്റ് പറയാൻ എനിക്ക് നല്ല വയറ് വേണമെന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആണോ അതോ അടുത്ത സെക്കൻഡ് ടൈപ്പ് ആണോ? ഒരു പേഷ്യന്റ് പറയാണ് എനിക്ക് നല്ല വയറ് വേദനയാണ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് പാരാഡിഗമാണോ അതോ ദ സെക്കൻഡ് ടൈപ്പ് പാരാഡിഗമാണോ? ഏതായിരിക്കും ഇവിടെ? ഏതായിരിക്കും? എല്ലാവരും പറയണം. ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കത്തില്ല, ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ച് മാത്രമേ പഠിക്കുള്ളൂ. ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ച് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഒരു സബ്ജക്ട് ഫീൽ ചെയ്യുന്ന റിയാലിറ്റി വിളിക്കുന്ന പേരെന്താ? ഒരു സബ്ജക്ട് ഫീൽ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പൊ എനിക്ക് വേദന എന്ന് പറയുമ്പോ എന്തായിരിക്കട്ടെ? എനിക്ക് ഫീൽ ചെയ്യുന്നല്ലേ? അപ്പൊ എന്തായിരിക്കും അത്? ഇപ്പൊ എനിക്ക് വേദന, ഇപ്പൊ നിങ്ങൾക്ക് വേദന എന്ന് പറയുന്നതായിരിക്കും. അത് ഏത് പാരാഡിഗംസിൽ വരും? അത് ഏത് പാരാഡിഗംസിലാ വരുന്നത്? ഒരാൾ ഫീൽ ചെയ്യുന്നത് സൈക്കോളജിക്കലി ആയിക്കോട്ടെ, അത് സബ്ജക്റ്റീവ് ആയിക്കോട്ടെ, എന്ത് പറയാം? ഓരോരുത്തരും ഫീൽ ചെയ്യുന്നത് എന്ത് ഫീലിംഗ് എന്ത് പറയട്ടെ? ആസ് എ റിയൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഫീൽ ചെയ്യുന്നത് അത് ഏത് ടൈപ്പ് പാരാഡിഗമാണ്? അത് ഏത് ടൈപ്പ് ഓഫ് പാരാഡിഗമാണ്? ഏതായിരിക്കും? പോസിറ്റിവിറ്റി ആണോ അതോ നാച്ചുറലിസ്റ്റിക് ആണോ? പറഞ്ഞേ എല്ലാരും കുറെ പേരുണ്ട്. പറഞ്ഞേ നാച്ചുറലിസ്റ്റിക് അല്ലേ? ഇത്രയും കിട്ടിയ കുഞ്ഞുങ്ങളെ കിട്ടിയ സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ ആണല്ലോ. ഇത്രയും സിമ്പിൾ ആണല്ലോ. എല്ലാരും പറഞ്ഞേ. ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിച്ചു എഴുതുമല്ലോ. ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു എഴുതുമല്ലോ. ഞാൻ ഓരോ സെപ്പറേറ്റ് പാർട്ടായിട്ട് ഇത് ഡിവൈഡ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എഴുതുമല്ലോ. ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എഴുതോ. പോസിറ്റീവ് സെക്കൻഡ് ടൈപ്പും ചോദിച്ചു എഴുതുമല്ലോ. യെസ്. അടുത്ത ഹെഡിങ് കിട്ടോ ദ ടൈപ്സ് ഓഫ് റിസർച്ച്. അടുത്ത ഹെഡിങ് കിട്ടോ ദ ടൈപ്സ് ഓഫ് റിസർച്ച്. ദ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്ഥിരം ഏരിയ ആണ്. ദ ടൈപ്സ് ഓഫ് റിസർച്ച്. ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് റിസർച്ച് ആണുള്ളത്? എത്ര ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട് കുഞ്ഞുങ്ങളെ? ദ ടൈപ്സ് ഓഫ് റിസർച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ ഫസ്റ്റ് വൺ ഇറ്റ് is based on the approach അനുസരിച്ച് 2 ടൈപ്സ് ഉണ്ടോ? based on approach അനുസരിച്ച് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? based on approach അനുസരിച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ടല്ലേ. ഫസ്റ്റ് വൺ ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് എന്താണ്? ദ ക്വാളിറ്റേറ്റീവ് ഉണ്ടല്ലേ. ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് റിസർച്ച് പറയുമ്പോൾ അത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അപ്രോച്ച് അനുസരിച്ചാണെങ്കിൽ ഒന്ന് ദ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഓൺ ദ ക്വാളിറ്റേറ്റീവ് ഉണ്ട്. അപ്പോൾ എന്താണ് ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണിത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണ്. എന്താണ് ദ ക്വാണ്ടിറ്റേറ്റീവ്? എന്താണ് ദ ക്വാളിറ്റേറ്റീവ്? എന്തായിരിക്കും? ആർക്ക് പറയാം? ആർക്ക് പറയാടെ? ദ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആർക്ക് പറയാം? എന്താണ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ദ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആർക്ക് പറയാം? ആർക്ക് പറയാം? സിമ്പിൾ. കാര്യം നിസ്സാരം എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് ഇപ്പൊ ഇവിടെ ഞാനാണ് ഒരു റിസർച്ചർ എങ്കിൽ ഇവിടെ ഞാനൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം അത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കുറെ
എന്താ ആസ് എ റിസർച്ചർ ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കുറെ നമ്പേഴ്സ് കൊണ്ടാണെങ്കിൽ അത് ഏത് ടൈപ്പ് ആയിരിക്കും? ആസ് എ റിസർച്ചർ ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കുറെ നമ്പേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണോ കുഞ്ഞുങ്ങളെ? അതായത് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? അപ്പൊ കുറച്ച് എക്സാം പറഞ്ഞ ഈ പറഞ്ഞ ടെമ്പറേച്ചർ ചാർട്ട് എക്സാമ്പിൾ ആണോ? ടെമ്പറേച്ചർ ചാർട്ടിന് എക്സാമ്പിൾ ആണോ? നമ്മുടെ പഴയ ടെമ്പറേച്ചർ ചാർട്ട് എക്സാമ്പിൾ ആണോ? ആണോ 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 ആണോടെ യെസ് ആണല്ലേ? ആണോ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? ആണ് ആണല്ലേ? ആണ് ഓരോരുത്തർ പറഞ്ഞേ. അപ്പൊ നമ്മുടെ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഇവിടെ കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡേറ്റ ഫുൾ എന്തായിരിക്കും? ആസ് എ സ്റ്റാഫ് നേഴ്സ് ഇവിടെ കളക്ട് ചെയ്യുന്ന ഫുൾ ഡേറ്റ എങ്ങനെയായിരിക്കും? കുറെ നമ്പേഴ്സ് ആയിരിക്കോ? ഇവിടെ കുറെ നമ്പേഴ്സ് ആയിരിക്കോ? അവിടെ ആയിരിക്കും. യെസ് ആയിരിക്കും. ഇവിടെ കളക്ട് ചെയ്യുന്ന എല്ലാം നമുക്ക് കളക്ട് ചെയ്തെല്ലാം മെഷർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കളക്ട് ചെയ്യുന്ന എല്ലാം ഇവിടെ അവിടെ മെഷർ ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. അടുത്തത് ക്വാളിറ്റേറ്റീവ് പറയുന്നതായിരിക്കും. അടുത്തത് ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അത് എന്താ സംഭവം? സംഭവം എന്തായിരിക്കും? ഇവിടെ ടൈപ്സ് ഓഫ് നമ്പേഴ്സിന്റെ പോലെ എന്തായിരിക്കും? ടൈപ്സ് ഓഫ് നമ്പേഴ്സിന് പോലെ ഇവിടെ എന്തായിരിക്കും? ടൈപ്സ് ഓഫ് നമ്പേഴ്സിന് പോലെ ഇവിടെ കുറെ എക്സ്പ്ലനേഷൻസ് ആണോ? ഒരു ടൈപ്സ് ഓഫ് നമ്പേഴ്സിന് പോലെ ഇവിടെ കുറെ എക്സ്പ്ലനേഷൻസ് വന്നാൽ ടൈപ്പ് ഏതാണ് ചോദിക്കും. ഒരു എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ അത് ഏത് ടൈപ്പാ? ഏത് ടൈപ്പ് ആയിരിക്കും? അതായത് കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയില്ലേ, ഒരു പേഷ്യന്റിനെ കുറിച്ച് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഒരു പേഷ്യന്റിനെ കുറിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അത് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണെങ്കിൽ വിളിക്കുന്ന എന്ത് വിളിക്കാം? അത് ക്വാളിറ്റേറ്റീവ് അല്ലേ? അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു പേഷ്യന്റിനെ കുറിച്ച് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അത് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണെങ്കിൽ വിളിക്കുന്ന പേര് ക്വാളിറ്റേറ്റീവ് എന്ന് വിളിക്കാം അല്ലെ? ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഈ വ്യത്യാസം മനസ്സിലായോ എല്ലാവർക്കും? വ്യത്യാസം മനസ്സിലായോ? ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി വ്യത്യാസം മനസ്സിലായോ? ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഞാൻ ഇനി ഇവിടുന്ന് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് ഇവിടുത്തെ ഏതായിരിക്കും? പേഷ്യന്റ് പറഞ്ഞതായിരിക്കും. ഒരു സബ്ജക്ട് പറഞ്ഞതായിരിക്കും. അത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ഒരു സബ്ജക്ട് പറയുന്നതായിരിക്കും. ഇവിടെ ഒരു സബ്ജക്ട് പറഞ്ഞതായിരിക്കും. അതായത് ക്വാളിറ്റേറ്റീവ് അല്ലേ? അല്ലേ? ക്വാളിറ്റേറ്റീവ്. ഒരു സർവേ നടത്തുന്നതായിരിക്കും. ഒരു സർവേ വരുന്നില്ലായിരിക്കും. ഒരു സർവേ ഏതായിരിക്കും? ഒരു സർവേ വരുന്ന സർവേ ക്വാണ്ടിറ്റി. പോൾസ് എക്സ്പെരിമെന്റ്സ് വരുന്ന എവിടെയായിരിക്കും? സർവേ ദ പോൾസ്. എക്സ്പെരിമെന്റ് ഒക്കെ വരുന്നവരായിരിക്കും. എക്സ്പെരിമെന്റ് വരുന്ന ഇവിടെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. എക്സ്പെരിമെന്റ് വരുന്ന ഇവിടെ അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ആയ ബേസ്ഡ് ഓൺ അപ്രോച്ച് അനുസരിച്ച് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് ആയ ബേസ്ഡ് ഓൺ അപ്രോച്ച് അനുസരിച്ച് കിട്ടിയെങ്കിൽ അടുത്തൊരു സെക്കൻഡ് ടൈപ്പ് എന്തായിരിക്കും? ഏതായിരിക്കും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ
പർപ്പസ് ആണോ? ബേസ്ഡ് ഓൺ ദ പർപ്പസ് ആണോ? പർപ്പസ് അനുസരിച്ച് അടുത്ത ടൈപ്പ് ആട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന അറിയുണ്ടോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന അറിയുണ്ടോ? ഫസ്റ്റ് ടൈം കേൾക്കുന്ന അറിയുണ്ടോ? ഇതൊക്കെ റൈസ് യുവർ ഹാൻഡ്സ്. ഫസ്റ്റ് ടൈം കേൾക്കുന്ന അറിയുണ്ടോ? അല്ല ഇത് കേട്ടും എനിക്ക് അറിഞ്ഞുകൂടാന്ന് അറിയുണ്ടോ? ഇതൊന്ന് കേട്ട് അറിഞ്ഞൂടാ എന്നുള്ള അറിയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. അറിയുണ്ടോ? ഓർമ്മയുണ്ടോ? യെസ് ഓർ നോ? ആർക്കും ഓർമ്മയില്ലാതെ അറിയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സത്യത്തെ പറയണം, സത്യമായിട്ട് പറയണം. എനിക്ക് അറിഞ്ഞുകൂടാതെ അറിയുണ്ടോ? അറിഞ്ഞൂടാ, ഇതൊന്നും അറിഞ്ഞൂടാ. പറഞ്ഞു തരാൻ വേണ്ടിയാണ്, അത്രയും ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ആർക്കും ഇല്ലല്ലേ? ഒരാൾക്കും ഇല്ലേ? ഉണ്ടോ 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 ഉണ്ടോ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്പ് സോഴ്സ്. എന്റെ വോയിസ് കേട്ടൂടെ? എന്റെ വോയിസ് കേട്ടൂടെ? ഇപ്പൊ കേൾക്കാമല്ലോ, ഇപ്പൊ കേൾക്കാമല്ലോ, വോയിസ് കേൾക്കാമല്ലോ, കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ട് എന്റെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ പറയണം കേട്ടോ. ഇത്രയും പഠിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, കാര്യം മനസ്സിലാവും. അവസരം നോക്കാം. ബേസ്ഡ് ഓൺ പർപ്പസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ആണ് ബേസിക് റിസർച്ച്. പർപ്പസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ആണ്. എന്താണ് ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞ? എന്താ പർപ്പസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ആണ്. എന്താണ് ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? It is performed without a specific purpose in mind and primarily concerned with എന്തായിരിക്കും? പറഞ്ഞേ. ഒരു പ്രൈമറി പർപ്പസും ഇല്ലാതെ, ഒരു സയന്റിഫിക് ബോഡി ഡെവലപ്പ് ചെയ്യാൻ വിളിക്കുന്ന പേര് എന്താ? ഒരു പ്രൈമറി പർപ്പസ് ഇല്ലാതെ ഒരു ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റിസർച്ചിനെ വിളിക്കുന്ന പേരെന്താ? ഒരു സയന്റിഫിക് പർപ്പസും ഇല്ല, അവിടെ വെറുതെ ഒരു ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഒരു പർപ്പസ് ഇല്ല. എന്ത് വിളിക്കാം? ഒരു ഫങ്ഷണൽ പർപ്പസ് ഇല്ലാതെ എന്ത് വിളിക്കാം? പറയൂ. ബേസിക് അല്ലേ? ബേസിക് റിസർച്ച് വിളിക്കാം. പച്ച മലയാളത്തിൽ പഠിക്കണേ. ഒരു പ്രൈമറി പർപ്പസ് ഇല്ലാതെ ഒരു ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ മാത്രമുള്ള, അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന റിസർച്ച് ചോദിക്കുകയാണെങ്കിൽ എന്ത് വിളിക്കാം? ബേസിക് റിസർച്ച് വിളിക്കാം. സെക്കൻഡ് ടൈപ്പ് ആണ് അപ്ലൈഡ് റിസർച്ച്. എന്താ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ഇൻ ദ അപ്ലൈഡ് റിസർച്ചിനകത്ത് ഒരു ഫങ്ഷണൽ പർപ്പസ് ഉണ്ടല്ലേ? ഇപ്പോൾ അപ്ലൈഡ് റിസർച്ചിനകത്ത് ഒരു ഫങ്ഷണൽ പർപ്പസ് ഉണ്ട്. കറണ്ട് സിനാരിയെ കുറിച്ച് എന്ത് ചെയ്തു? ഫങ്ഷണൽ പർപ്പസ് അത് വച്ചുകൊണ്ട് എന്ത് വിളിക്കുകയാണ്? എന്ത് വിളിക്കാം? ഒരു പർപ്പസോടുകൂടി നമ്മൾ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഡിസിഷൻ എടുക്കാൻ പോകുന്ന വിളിക്കുന്ന പേരെന്താ? ഒരു പർപ്പസോടുകൂടി ആസ് എ സ്റ്റാഫ് നേഴ്സ് നിങ്ങൾ എല്ലാവരും ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? അപ്ലൈഡ് അല്ലേ? കിട്ടിയോ? ഈ രണ്ട് ടൈം കിട്ടിയോ? കിട്ടിയോ? യെസ്. അടുത്ത ഇതിനിടയിൽ കുറെ ടേംസ് പറയാം. ആൻസർ പറയാമോ? ഇതിനിടയിൽ ഞാൻ കുറച്ച്
ടേംസ് പറയട്ടെ, ആൻസർ പറയില്ല. ആൻസർ പറയട്ടെ, എല്ലാം പറയൂ, എല്ലാരും പറയൂ, എല്ലാരും പറയൂ, എല്ലാരും പറയൂ, പറയും. സോ ദ ഫസ്റ്റ് ടൈമിനെ വിളിക്കുന്ന ഒരു റിസർച്ചിന്റെ ഒരു ഒരു റിസർച്ചിന്റെ കംപ്ലീറ്റ് സമ്മറി വിളിക്കുന്ന പേരെന്താ? ഒരു റിസർച്ചിന്റെ കംപ്ലീറ്റ് സമ്മറി വിളിക്കുന്ന പേരെന്താ? ഒരു റിസർച്ചിന്റെ കംപ്ലീറ്റ് സമ്മറി വിളിക്കുന്ന പേരെന്താ? എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് അബ്സ്ട്രാക്ട്, അല്ലേ? ഒരു റിസർച്ചിന്റെ കംപ്ലീറ്റ് സമ്മറി വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട്, അല്ലേ? ഇറ്റ്സ് അബ്സ്ട്രാക്ട് അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അബ്സ്ട്രാക്ട് അല്ലേ? അബ്സ്ട്രാക്ട് അല്ലേ? കമന്റ് ചെയ്യടേ, കമന്റ് ചെയ്യടേ, ചെറുതാ കമന്റ് ചെയ്യടേ. ആണോ അല്ലേ? ആണോ അല്ലയോ? ആ, ആണ്, 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 കേട്ടുള്ള വാക്കാണ്. അടുത്ത ടൈമാണ് എന്താണ്? എന്ത് പറയാം, എന്ത് പറയാം, എന്ത് പറയാം? ആരെയും കൂടെ ടേം പറയടേ, ആരെയും കുറിച്ച് ടേം പറയടേ. ഒരു യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ വിളിക്കുന്ന പേരെന്താ? ഒരു യൂണിറ്റ് ഓഫ് ഇറ്റ് ഇസ് ഇൻഫോർമേഷൻ വിളിക്കുന്ന പേരെന്താ? ദ ഡാറ്റ, അല്ലെ? ഒരു യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ വിളിക്കുന്ന പേരെന്താ? ദ ഡാറ്റ എന്ന് വിളിക്കുക, അല്ലേ? ആണോ അല്ലേ? ആണല്ലോ. ആ, ഇനി പറഞ്ഞുണ്ടോ? വേറെ തേമലുണ്ടേ? കമന്റ് ചെറു കമന്റ്, ഞാൻ പറയാൻ വേണ്ടിയാണ്. ആർക്കും പറയാം, ഇവിടെ ആർക്കും എന്ത് ടൈം വേണേ പറയാം. മാനിപ്പുലേഷൻ, വേരിയബിൾ, വേരിയബിൾ, വേരിയബിൾ എന്താ? എന്താ എന്താ വേരിയബിൾ? എന്താ വേരിയബിൾ? എന്താ വേരിയബിൾ? എന്താ വേരിയബിൾ? ആദ്യം അത് പറയാം. എന്താണ് എന്താ വേരിയബിൾ എന്ന് പറഞ്ഞത്? എന്താ എന്താ വേരിയബിൾ? വേരിയബിൾ പറഞ്ഞു 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 പറഞ്ഞാടേ, പറഞ്ഞാടേ, പറഞ്ഞു. ഇത് പഠിപ്പിക്കാം. ആദ്യം പറഞ്ഞു എന്താ വേരിയബിൾ? എന്താ എന്താ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? അത് ഒന്നുകിൽ കുറെ പേരോ കുറെ നമ്പേഴ്സോ, അത് ചേഞ്ചിങ് ആണോ അവിടെ? അത് ചേഞ്ചിങ് ആണോ? അത് ചേഞ്ചിങ്ങുള്ള കാര്യമാണോ അവിടെ? ആണോ അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ? 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 ഓ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആസ് എ സ്റ്റാഫ് നേഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആസ് എ സ്റ്റാഫ് നേഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ടെമ്പറേച്ചർ ഒരു ടൈപ്പ് വേരിയബിൾ ആണോ? ദ ടെമ്പറേച്ചർ ടൈപ്പ് വേരിയബിൾ ആണോ? ദ ടെമ്പറേച്ചർ ടൈപ്പ് വേരിയബിൾ ആണോ? ഒരു പേഷ്യന്റ് പ്രഷർ ടൈപ്പ് വേരിയബിൾ ആണോ? ദ പ്രഷർ ഒരു ടൈപ്പ് വേരിയബിൾ ആണോ? ദ പ്രഷർ ഒരു ടൈപ്പ് വേരിയബിൾ ആണോ? ആണോ? ആണാണോ? ആണല്ലേ? ആണ്, 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 ആണ്. സോ ദാറ്റ് ടൈപ്സ് ഓഫ് റിസൾട്ടിന്റെ ഫസ്റ്റ് രണ്ടെണ്ണം കണ്ടു. അടുത്ത് വരുന്ന ടൈപ്പ് ആണ് ഇപ്പൊ പറയും. അടുത്ത് വരുന്ന ടൈപ്പ് ഏതാ? അടുത്ത് വരുന്ന ടൈപ്പ് ഏതാടേ? ഇനി ഒരു ടൈപ്പ് ഉണ്ടോ? ഇനി ഒരു ടൈപ്പ് ഉണ്ടോ? പറഞ്ഞു ഓരോരുത്തരെ പറഞ്ഞു. ഇത് ഇവിടെ നിങ്ങൾ ആരും ആൻസർ ചെയ്യുന്നില്ല. അതാണ് മെയിൻ കാര്യം. ഇവിടെ നിങ്ങൾ ആരും ആൻസർ ചെയ്യുന്നില്ല. ആരും ആൻസർ ചെയ്യുന്നില്ല. ആരും ആൻസർ ചെയ്യുന്നില്ല.
ചെറപറ പറഞ്ഞാലേ എനിക്ക് ഒരു ഇത് കിട്ടുള്ളൂ. ചെറപറ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരു റെക്കോർഡ് തന്ന് പഠിപ്പിക്കുന്നില്ല, ഒരു റെക്കോർഡ് തന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത പറയാൻ പോകുന്ന വാക്കാണ് ഇറ്റ് ഈസ് ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞതാ. ഇറ്റ് ഈസ് ഓപ്പറേഷൻ ഡെഫിനിഷൻ. എവിടെയോ കണ്ട വാക്കല്ലേ? ഈ വാക്ക് എവിടെ കണ്ടുണ്ട്? എന്താണ് ഓപ്പറേഷൻ ഡെഫിനിഷൻ? എന്തായിരിക്കും ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഓപ്പറേഷൻ ഡെഫിനിഷൻ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞേ. എന്താ ഓപ്പറേഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് മെൻഷൻ ചെയ്യുന്നതാണോ? ആണോ? അസ്നേഷ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് മെൻഷൻ ചെയ്യുന്നതാണോ ഓപ്പറേഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? ആണോ? ഇപ്പൊ ഒരു പേഷ്യന്റ് ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ എഴുതി വെക്കും? ഇവിടെ ഒരു പേഷ്യന്റ് ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ എന്ത് ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ത് എഴുതി വെക്കും? എന്താ എഴുതി വെക്കുന്നത്? എന്തെഴുതി വെക്കും? എല്ലാവർക്കും റെഡ്നെസ് എഴുതി വെക്കും. ഇവിടെ വയ്ക്കോ? ഈ ടോൺസിൽ എല്ലാവർക്കായി അവിടെ കളർ നല്ല റെഡ്നെസ് കളറാണ് എന്ന് എഴുതി വെക്കുമല്ലോ. വയ്ക്കുമല്ലോ. ഇവിടെ വയ്ക്കൂ. യെസ്, വയ്ക്കും. അത് ഓപ്പറേഷൻ ഡെഫിനിഷൻ അല്ലേ? ഈ അടുത്തൊരു എക്സാം പറഞ്ഞുതരാം. ഒരു പേഷ്യന്റ് വെയിറ്റ് ഡെയിലി ചെക്ക് ചെയ്യാറുണ്ടോ? വെയിറ്റ് ഡെയിലി ചെക്ക് ചെയ്യാറുണ്ടോ? മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും നോക്കാറുണ്ട്. പേഷ്യന്റ് വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ടോ എല്ലാ പ്രാവശ്യവും? എന്റെ അത് എഴുതി വെക്കാറുണ്ടോ? അനീഷ് അതിന് എഴുതി വെക്കാറുണ്ടല്ലോ. അത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഡെഫിനിഷൻ അല്ലേ? അതൊരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഡെഫിനിഷൻ അല്ലേ? ടെമ്പറേച്ചർ നോക്കിക്കൊണ്ട് അത് ചാർട്ട് ചെയ്യാറല്ലേ? ഇതിൽ ഓപ്പറേഷൻ ഡെഫിനിഷൻ എക്സാമ്പിൾ അല്ലേ? ഇതെല്ലാം ഓപ്പറേഷൻ ഡെഫിനിഷൻ എക്സാമ്പിൾ അല്ലേ? ഒരു ആക്ച്വൽ റിസർച്ച് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു ആക്ച്വൽ റിസർച്ച് സിറ്റുവേഷൻ നിങ്ങൾ അവിടെ എന്താണോ കണ്ടുപിടിക്കുന്നത് അവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കാറുണ്ടോ? അത് എഴുതി വെക്കാറുണ്ടോ? ഉണ്ടോ? എന്താ ഇപ്പൊ എന്ന് വിളിക്കാം? അതിനെ വിളിക്കുന്ന പേരെന്താ? ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കാം. ഈ ടേമും കിട്ടിയോ? എല്ലാവർക്കും ഈ ടേമും കിട്ടിയോ? കിട്ടിയല്ലോ. എല്ലാവരും കിട്ടിയല്ലോ. ഇനി അടുത്ത കാര്യം പറയട്ടെ. പഠിക്കേണ്ടത് യെസ്. അടുത്ത് പറയട്ടെ. എന്റെ വോയിസ് എല്ലാം കേൾക്കാമല്ലോ. കുറെ പേർ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. എന്റെ വോയിസ് കേൾക്കാമോ? പിന്നെന്താ ആൻസർ ചെയ്താലും? ആൻസർ ചെയ്തെന്താ? അറിയില്ലല്ലേ? അറിയില്ല. ആരൊക്കെ ഉണ്ട്? ഇല്ല, ആരൊക്കെ അറിയില്ല എന്ന് പറയാറുണ്ട്? കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് പറയണം. ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ.
ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം അടുത്തൊരു കറക്റ്റ് 10 മിനിറ്റ്, ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം കറക്റ്റ് ഒരു 10 മിനിറ്റ് ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? അറിയില്ല എന്ന് മാത്രം പറയും, ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ആൻസർ ചെയ്യും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഇടും, അത് നിങ്ങൾ ആൻസർ കേരള പീസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നിങ്ങൾ തന്നെ ആൻസർ ചെയ്യും കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് അറിയില്ല എന്നൊരു പേടി വേണ്ട. ഇവിടെ ഞാൻ ഉള്ളത്തോളം നിങ്ങൾ അറിയില്ല എന്നൊരു പേടി വേണ്ട, എന്നോട് ചോദിക്കാം. സോ അടുത്ത വരുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ടേമാണ് ലിമിറ്റേഷനും ഡീലിമിറ്റേഷനും. ഈ വാക്ക് കണ്ടുകൊണ്ടോ? ഈ വാക്ക് കേരള PSC പ്രീവിയസ് എക്സാം കണ്ടുണ്ടോ? ലിമിറ്റേഷൻ ആൻഡ് ഡീലിമിറ്റേഷനും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ട ഇത് ചെറിയൊരു വ്യത്യാസമുള്ള വാക്ക് മാത്രമാണ്. ഈ രണ്ട് ടേമുകളും വളരെ ഈസിയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താ ദ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? എന്താ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസ്ട്രിക്ഷൻസ് ഓർ ദ വീക്ക്നെസ് ആണോ? റെസ്ട്രിക്ഷൻസ് ഓർ ദ വീക്ക്നെസ് ആണോ? ഒരു സ്റ്റഡി നടത്തുന്ന മുമ്പേ ആണോ? കമന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഒരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. ഇപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തുവാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റഡി നടത്തും. ഇപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തുന്ന മുമ്പായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി നടത്തും. എന്തിനു വേണ്ടിയാ? ഈ പറഞ്ഞ സ്റ്റഡിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ, ഒരു ലിമിറ്റേഷൻ ഉണ്ടോ എന്നറിയുന്ന വിളിക്കുന്ന പേരെന്താ? അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഈ സ്റ്റഡിക്ക് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ദ വീക്ക്നെസ് ഉണ്ടോ എന്ന് തന്നെയുള്ള വിളിക്കുന്ന പേരെന്താ? അത് ദ ലിമിറ്റേഷൻ ആണോ? ഡിലിമിറ്റേഷൻ ആണോ? അത് പൈലറ്റാണ്. ഇവിടെ ഒരു സ്റ്റഡിക്ക് മുന്നായിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന റെസ്ട്രിക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഒരു സ്റ്റഡിക്ക് മുൻപായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ദ വീക്ക്നെസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റഡിക്ക് മുൻപേ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ദ റെസ്ട്രിക്ഷനെയും വീക്ക്നെസ്സിനെയും വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കുക? അത് ലിമിറ്റേഷൻ ആണോ, ഡീലിമിറ്റേഷൻ ആണോ? ആർക്ക് പറയാം? ഡീലിമിറ്റേഷൻ അല്ലേ? ഒരു സ്റ്റഡിക്ക് മുൻപായിട്ട്, ഒരു സ്റ്റഡി നടത്തുന്ന മുമ്പായിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, കുറെ വീക്ക്നെസ് ഉണ്ടായിരിക്കും. വിളിക്കുന്ന പേരെന്താ? ദ ഡീലിമിറ്റേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ചോദിക്കും അടുത്ത വാക്ക് എന്താ ദ ലിമിറ്റേഷൻ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും ദ ലിമിറ്റേഷൻ എന്ന വാക്കിന്റെ മീനിങ് എന്തായിരിക്കും? ഇപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. ഈ പറഞ്ഞ സ്റ്റഡിയുടെ ഏറ്റവും ആദ്യത്തെ ഈ പറഞ്ഞ പ്ലാനിങ് ഫേസിലും അവിടെ ഒരു പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമാണ് ഈ പറഞ്ഞ പ്രശ്നം വരുന്നെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ പറഞ്ഞ റിസർച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം, ഈ പല റിസർച്ച് എല്ലാം സ്റ്റഡി എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പ്രോബ്ലമോ ഒരു വീക്ക്നെസ്സോ ആ സ്റ്റഡിക്ക് വരുന്നെങ്കിൽ വിളിക്കുന്ന പേരെന്താ? സിമ്പിൾ ആൻസർ ആണ്. എന്ത് വിളിക്കാം? ഇറ്റ്സ് ലിമിറ്റേഷൻ എന്ന് വിളിക്കുക അല്ലെ? ലിമിറ്റേഷൻ എന്ന് വിളിക്കാം. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? ഈ ഒരു ഗ്രൂപ്പ് എല്ലാം കിട്ടിയോടെ? യെസ്. ഒരു എക്സാമ്പിൾ പറയട്ടെ.
വേണ്ട. ഞാൻ പറയാമെന്ന ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. ഞാൻ പറയാമെന്ന എക്സാമ്പിൾ ആണെങ്കിൽ വേണ്ട. ഇപ്പൊ എന്താണ്, ഇത്രയും ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നു, ആ ദിവസങ്ങളൊന്നും പഠിച്ചില്ല. ഈ ഒരു എക്സാം ആയപ്പോൾ മാത്രം ഈ എന്താണ് ഇത്രയും പഠിക്കാനുണ്ടോ എന്ന് വിചാരിക്കുന്നത് അത് ഏത് ടൈപ്പ് ആയിരിക്കും? ഇത്രയും ദിവസം സമയം ഉണ്ടായിട്ട് പഠിച്ചില്ല, ഇപ്പോൾ അത് പഠിക്കാൻ പറ്റിയില്ല, ഈ പറഞ്ഞ ഏറ്റവും അവസാനമായപ്പോൾ കുറെ ഉണ്ട് എന്ന് പറയാത്ത അതേതായിരിക്കും? ഏതായിരിക്കും ഇവിടെ? അത് ഏത് ടൈപ്പ് ആയിരിക്കും? ഡീലിമിറ്റേഷൻ ആണോ അതോ ഡെലിമിറ്റേഷൻ ആണോ? ഏതാ? ഇത്രയും സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും സമയം നോക്കി ഏതായിരിക്കും അവിടെ? ആർക്ക് പറയാം? ആർക്ക് പറയാം? പറയാം? ലിമിറ്റേഷൻ മറക്കരുത്. ചോദിക്കും. എല്ലാ ക്വസ്റ്റ്യനെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ചോദിക്കും. അത് 2 ടൈം ക്ലിയർ ആയെങ്കിൽ അടുത്ത ടൈമിലോട്ട് പോവുകയാണ്. വേരിയബിൾസ്. വേരിയബിൾസ് എന്താ? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് എന്താണ്? അതൊന്നുകിൽ ക്വാണ്ടിറ്റീസ് ആവാം, ഒന്നുകിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആവാം. അല്ലേ? ആണോ? ഹൈറ്റ്, വെയിറ്റ്, സ്കിൻ കളർ ഇതൊക്കെ എന്താണ്? ഒരാളുടെ ഹൈറ്റ്, വെയിറ്റ്, സ്കിൻ കളേഴ്സ് എല്ലാം എന്താ കുഞ്ഞുങ്ങളെ? എന്താ അതെല്ലാം വേരിയബിൾസ് അല്ലേ? എല്ലാം വേരിയബിൾസ് അല്ലേ? അപ്പൊ എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് പ്രോപ്പർട്ടി അല്ലേ? വേരിയബിൾസ് പ്രോപ്പർട്ടി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വേറെന്താ അവിടെ? ഒരു ക്വാണ്ടിറ്റി ആയിക്കൂടെ. അതൊന്നിൽ കൂടാം, അല്ലെങ്കിൽ കുറയാല് ഒരു ടൈമോ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓവർ ടൈമിലായോ എന്ത് ചെയ്തു? അതൊന്നുകിൽ കൂടാം, കുറയാം, അല്ലെ? ഡിഫറെന്റ് വാല്യൂസ് വരുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ഒരു സിറ്റുവേഷൻ അതോ വ്യത്യസ്തമായ സിറ്റുവേഷനുകളിലോ ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണോ വേരിയബിൾ എന്ന് പറയുന്നത്? ആണോ അവിടെ? ആണോ? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ഒരു നമ്പർ ആവും, ഒരു ക്വാണ്ടിറ്റി ആവാം. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനാണോ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്? എല്ലാവരോടും ചോദിക്കുകയാണ്. ആണോ അല്ലേ? അത് കൂടാം, കുറയാം, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൂടാം, കുറയാം. ആണോ? സോ ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് വേരിയബിൾ ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് വേരിയബിൾ ആണ് ഉള്ളത്? നിങ്ങൾക്ക് അറിയാനുള്ള പേരൊക്കെ പറഞ്ഞേ. The first one is ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ഏതാ? ഡിപെൻഡന്റ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഉണ്ടോ? ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ചോദിക്കട്ടെ, ഇത് ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? കമന്റ് എന്താ ഡിപെൻഡന്റ് വേരിയബിൾ? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾ എത്ര സമയം എടുത്താലും നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടേ ഇന്ന് വിടുള്ളൂ. എന്താ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആർക്കെങ്കിലും പറയാൻ പാടെ? അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്താ? ഇവിടെ ആർക്കാണ് റിസർച്ചിന് കൺട്രോൾ ഉള്ള ടൈപ്പ് ഏതാ? റിസർച്ചറിന്
കൺട്രോൾ ഉള്ള ടൈപ്പ് ഏതാ? ആർക്ക് പറയാം? ഒരു റിസർച്ചർ കൺട്രോൾ ഉള്ള ടൈപ്പ് ഏതാ? ആർക്ക് പറയാം? ഇറ്റ് ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണോ? അപ്പോൾ എന്താണ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഏരിയയിൽ അവിടെ കുറെ ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് കുറെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന കുറെ പേഴ്സൺസ് ഉണ്ട്. ഇതില് സ്മോക്കിംഗ് ചെയ്യുന്നവരോട് ക്യാൻസർ എടുത്തല്ലേ? സ്മോക്കിംഗ് ചെയ്താൽ ക്യാൻസർ ഉണ്ടാവും അല്ലെ? അപ്പൊ അതെന്തൊരു ടൈപ്പ് അസംഷൻ അല്ലേ? സ്മോക്കിംഗ് ചെയ്താൽ ക്യാൻസർ ഉണ്ടാവും, അത് ടൈപ്സ് അസംഷൻ അല്ലേ? അസംഷൻ അല്ലേ? ആണോ അല്ലേ? ഒരു ടൈപ്പ് അസംഷൻ അല്ലേ? അപ്പൊ സ്മോക്കിംഗ് കൂടെ കുറച്ചാലോ? സ്മോക്കിംഗ് കുറച്ചാൽ അത് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ആണോ അതോ ഡിപെൻഡന്റ് ആണോ? സ്മോക്കിംഗ് കുറച്ചാൽ അത് ഇൻഡിപെൻഡന്റ് ആണോ അതോ ദ ഡിപെൻഡന്റ് വേരിയബിൾ ആണോ? സ്മോക്കിംഗ് കുറച്ച് ക്യാൻസർ കുറയും. സ്മോക്കിംഗ് കുറച്ച ക്യാൻസർ കുറയും. എന്തായിരിക്കും? എല്ലാരും പറഞ്ഞേ. അത് ഇൻഡിപെൻഡന്റ് അല്ലേ? അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ? ഇൻഡിപെൻഡന്റ് കാരണം എന്താ? എന്തുകൊണ്ടാ ആസ് എ റിസർച്ച് നമുക്ക് കൺട്രോൾ ഉള്ള സ്ഥലം എവിടെയാ? അത് ഇൻഡിപെൻഡന്റ് വേരിയബിള്. ആസ് എ റിസർച്ച് ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി പോയി കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് സ്മോക്കിംഗ് കുറച്ചാൽ എന്ത് ടൈപ്പാണ്? ആസ് എ സ്റ്റാഫ് നേഴ്സ് ആയ ഒരു കമ്മ്യൂണിറ്റി ഏരിയ പോയി ഇപ്പോൾ ഇന്നത് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് സ്മോക്കിംഗ് കുറച്ചു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണോ അതോ ദ ഡിപെൻഡന്റ് വേരിയബിൾ ആണോ? പറഞ്ഞേ. ഇൻഡിപെൻഡന്റ് അല്ലേ? എല്ലാരും പറഞ്ഞു ഇൻഡിപെൻഡന്റ് അല്ലേ? ഇൻഡിപെൻഡന്റ് അല്ലേ? ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അടുത്ത ടൈപ്പ് ഏതുണ്ട്? അടുത്ത ടൈപ്പ് ഏതാണ്? പേര് പറയും. ദ ഡിപെൻഡന്റ് അല്ലേ? എന്താ ദ ഡിപെൻഡന്റ്? എന്താ ദ ഡിപെൻഡന്റ്? ഡിപെൻഡന്റ് ഒരു സ്റ്റഡിയുടെ ഔട്ട്കം മെഷർ ചെയ്യുന്ന വിളിക്കുന്ന പേരെന്താ? ഒരു സ്റ്റഡിയുടെ ഔട്ട്കം എഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താ? സ്മോക്കിംഗ് കാരണം ക്യാൻസർ വന്നു, ഏതായിരിക്കും? സ്മോക്കിംഗ് കാരണം ക്യാൻസർ വന്നു എന്നത് ഏതായിരിക്കും? ഇവിടെ ഏതായിരിക്കും? സ്മോക്കിംഗ് കാരണം ക്യാൻസർ വന്നു, ഏതായിരിക്കും? അപ്പൊ സംഭവം എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ എ പ്രോബ്ലം അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ എ പ്രോബ്ലം ഈസ് കാൾഡ് ആസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ എ പ്രോബ്ലം എന്ന് വിളിക്കാം, മറന്നു പോകരുത്. ഇനി വേറെ ഏതെങ്കിലും ടൈപ്പ് വേരിയബിൾ ഉണ്ടോ? ദ കണ്ടിന്യൂസ് വേരിയബിളിലെ കേട്ടുണ്ടോ? വാക്ക് എവിടെയും കേട്ടുണ്ടോ? ഈ ഒരു വാക്ക് എവിടെയും കേട്ടുണ്ടോ? ദ കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് ദ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാൻ? എന്തായിരിക്കും? അതിന് എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദ കണ്ടിന്യൂസ് വേരിയബിൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ നോക്കുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണോ? ദ ടെമ്പറേച്ചർ, ദ BP ആണോ? ഒരു പേഷ്യന്റ് ഷുഗർ ഒക്കെ നോക്കുന്നതാണോ? ഒരു പേഷ്യന്റ് ഷുഗർ ഒക്കെ നോക്കുന്നതിന്റെ പോലെ അതെന്താ? ഏതാ ഷുഗർ നോക്കുന്നത്? ദ BP. ഏതാ കണ്ടിന്യൂസ്? കാര്യം എന്താ? കണ്ടിന്യൂസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ കൗണ്ട്ലെസ് വാല്യൂസിനെ വിളിക്കുന്ന പേരെന്താ? കൗണ്ട്ലെസ് വാല്യൂ ആണോ? അതോ സ്പെസിഫിക് റേഞ്ച് ആണോ? കൗണ്ട്ലെസ് വാല്യൂ ആണോ സ്പെസിഫിക് റേഞ്ച് ആണോ? പറഞ്ഞേ ചോദിക്കും.
ചോദിക്കും. the countless. സോ അടുത്ത ടേം വരുന്നതാണ്. അടുത്ത ടേമാണ് നിങ്ങൾ ആരോ പറഞ്ഞ ടേമാണ്. എന്താണ് ദ പൈലറ്റ് സ്റ്റഡി? എന്താണ് ദ പൈലറ്റ് സ്റ്റഡി? എന്താണ് ദ പൈലറ്റ് സ്റ്റഡി? പ്രീവിയസ് കേരള PC ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ദ പൈലറ്റ് സ്റ്റഡി? സ്മാൾ സ്റ്റഡിയെ വിളിക്കുന്ന പേരാണോ? സ്മാൾ സ്റ്റഡി, സ്മാൾ എക്സ്പെരിമെന്റ്, സ്മാൾ സ്റ്റഡി അല്ലെങ്കിൽ സ്മാൾ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ദ പൈലറ്റ് സ്റ്റഡി അല്ലേ? അല്ലെ? ഒരു ആക്ച്വൽ റിസർച്ചിന് മുൻപേ നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്താണ്? കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഒരു ആക്ച്വൽ റിസർച്ചിന് തൊട്ട് മുൻപേ നമ്മൾ ചെയ്യുന്ന സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്താ? പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഫേസിൽ ചെയ്യുന്നത്? ഇത് ഏത് ഫേസിലായിരിക്കും? പ്ലാനിങ് ആണോ? പ്ലാനിങ് ഫേസ് വെച്ചല്ലേ നടത്തുന്ന ചെറിയ സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? ദ പൈലറ്റ് സ്റ്റഡി എന്ന് വിളിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞത്? പൈലറ്റ് സ്റ്റഡി എന്നതിനു വേണ്ടിയാ? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞത്? പൈലറ്റ് സ്റ്റഡി എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഒരു കംപ്ലീറ്റ് സ്റ്റഡി ഫുള്ളായിട്ട് ആ സ്റ്റഡി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയല്ലേ? ആ സ്റ്റഡി വീക്കാവാതിരിക്കാൻ വേണ്ടിയല്ലേ? ആണല്ലോ. യെസ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ദ പൈലറ്റ് സ്റ്റഡി എന്ന് വിളിക്കാം. ഇത്രയും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാരും ക്ലിയർ ആവട്ടെ? യെസ്. എല്ലാവർക്കും കണ്ണടച്ച് പഠിച്ചോ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. കണ്ണടച്ച് പഠിച്ചു ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറാ കിട്ടും. പഠിക്കോ? കണ്ണടച്ച് പഠിക്കോ? എവിടെ പഠിക്കല്ലേ? എപ്പോ പഠിക്കൂടെ? ഇനി പഠിക്കോ? യെസ്. ഇനി വേറെ കൊണ്ടുവരാ പഠിക്കാൻ? ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? എല്ലാവരും? സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ആരെങ്കിലും വായിച്ചേ? ക്വസ്റ്റ്യൻ? ആർക്ക് വായിക്കാം? ആരെയും പറ. ഞാൻ തന്നെ പറയണോ? ഒരു സ്റ്റാഫ് നേഴ്സ് നിങ്ങളുടെ ഒരു വാർഡിൽ എന്ത് ചെയ്യുന്നു? ഒരു സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി നടത്തുന്നു. അവിടെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഏതാണ്? സാമ്പിളിംഗ് ടൈപ്പ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഒരു ജനറൽ വാർഡിൽ ഒരു സ്റ്റാഫ് നേഴ്സ് ഒരു ജനറൽ വാർഡിൽ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കളക്ട് ചെയ്യാൻ അത്യാവശ്യമായ ദ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഓപ്ഷൻ ദ സിമ്പിൾ റാൻഡം. ദ സെക്കൻഡ് ഓപ്ഷൻ ആണ് ദ സിസ്റ്റമിക് സാമ്പിളിംഗ്. ദ തേർഡ് ഓപ്ഷൻ ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ദ ഫോർത്ത് ഓപ്ഷൻ ആണ് റേഷ്യോ സാമ്പിളിംഗ്. എന്താ സംഭവം? ആർക്ക് പറയാം? ആൻസർ എന്തായിരിക്കും? ആർക്ക് പറയാം? സിമ്പിൾ റാൻഡം ആണോ? ഏതാണ്?
അത് സിസ്റ്റമിക് ആണോ, അത് സ്ട്രാറ്റിഫൈഡ് ആണോ? ആർക്ക് പറയാം? ആർക്ക് തെറ്റിയാലും കുഴപ്പമില്ല, പറയണം. കാരണം ആൻസർ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അറിയാമോ? ആൻസർ അറിയാമോ? എല്ലാവരും പറയും, എല്ലാവരും പറയണം. ആൻസർ പറയാൻ വേണ്ടി. ആൻസർ മാത്രമല്ല, സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പറഞ്ഞുതരും. അത് തെറ്റിയാലും കുഴപ്പമില്ല, പറയണം. സിമ്പിൾ റാൻഡം ആണോ, അത് സ്ട്രാറ്റിഫൈഡ് ആണോ, അത് സിസ്റ്റമിക് ആണോ? ആർക്ക് പറയാം? തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ പറയണം. എല്ലാവരും പറയണം. എല്ലാരും. അല്ലെങ്കിൽ ഇവർ ഓരോ ഓപ്ഷൻ വെച്ച് പറയട്ടെ. ഇവർ ഓരോ ഓപ്ഷൻ വെച്ച് പറയും. ഓരോ ഓപ്ഷൻ വെച്ച് പറഞ്ഞു. സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമിക്, എല്ലാരും പറഞ്ഞു. നോക്കാം. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാ വന്നത്? ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാ വന്നത്? ഇത് എവിടെ നിന്ന് കൊണ്ടുള്ള ക്വസ്റ്റ്യൻ? സാമ്പിളിംഗ് അല്ലേ? സാമ്പിളിംഗ് അല്ലേ? സാമ്പിളിംഗ് അല്ലേ? അല്ലല്ലേ? അപ്പൊ എന്താ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയണം സാമ്പിളിംഗ് എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പിളിംഗ്? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഒരു സ്റ്റഡിക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിളിനെ വിളിക്കുന്ന പേരെന്താ? ഒരു പോപ്പുലേഷൻ ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താ? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന്, ഒരു പോപ്പുലേഷനിലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരെന്താ? സാമ്പിളിംഗ് എന്ന് വിളിക്കുക അല്ലെ? സാമ്പിളിംഗ് എന്ന് വിളിക്കാം. മറക്കരുത്. ഒരു പർട്ടിക്കുലർ ഏരിയ പോപ്പുലേഷനിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിളിനെ വിളിക്കുന്ന പേരെന്താ? സാമ്പിളിംഗ് എന്ന് വിളിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് എത്ര ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്? അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് അല്ലേ? പ്രധാനമായിട്ടും ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലേ? എല്ലാം കേട്ടിരുന്നോ? ചോദിക്കുക. ഫസ്റ്റ് ടൈപ്പ് ഏതാ? ദ പ്രോബബിൾ സാമ്പിളിംഗ് അല്ലേ? ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ? അല്ലോ? ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഫസ്റ്റ് ടൈപ്പ്. അതാണ്. എങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതായിരിക്കും? ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ വേറെ ഒന്നും കാണിക്കുക. ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ എല്ലാം പറഞ്ഞു തരും. ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ച് ഇതിനുള്ള ആൻസർ ഫുള്ളും പറഞ്ഞു തരും. അതാണ് പ്രത്യേകത. ഇറ്റ് ഇസ് നോൺ ആണോ? ഇറ്റ് ഇസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ? ആണ്. എല്ലാവരും പറഞ്ഞു. ആണല്ലോ. എടേ, ഇത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ മാർക്ക് നിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ പറയുന്നു. അതുകൊണ്ടാണ് പറയിപ്പിക്കുന്നത്. സോ നോക്കാം. ഇൻ ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അകത്ത് എന്ത് ടൈപ്പ് വരും? ഇൻ ദ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്ന കുറച്ച് ടൈപ്സ് ഉണ്ട്. ഒരു 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ്. അതിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ദ സിസ്റ്റമിക് സാമ്പിളിംഗ്. അതിനകത്ത് വരുന്ന ഇത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ദ സിസ്റ്റമിക് സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കാം. സെക്കൻഡ് ടൈപ്പ് ആയിരിക്കും റാൻഡം സാമ്പിളിംഗ് ഉണ്ടോ? റാൻഡം സാമ്പിളിംഗ് അത് സെക്കൻഡ് ടൈപ്പ്. ഇനി അടുത്ത തേർഡ് ടൈപ്പ് ഏതാ? ദ തേർഡ് ടൈപ്പ് ഏതാ? സ്ട്രാറ്റിഫൈഡ് റാൻഡം. ദ തേർഡ് ടൈപ്പ്. അടുത്തുണ്ടോ? വേറെ ഉണ്ടോ? ഇനി വേറെ പേരുകളുണ്ടോ? ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ടല്ലേ? ഇനി ഒരു പേരുടെ ഒരു പേരുടെ ഉണ്ട്. ദ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നുകൂടെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പേര് കിട്ടിയോ? ഈ പേര് കിട്ടിയ എല്ലാവർക്കും ഈ പറഞ്ഞ ഫസ്റ്റ് ടൈപ്പിന്റെ ഈ ഒരു പേര് എല്ലാവർക്കും കിട്ടിയോ? ദ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് വരുന്ന 5 ടൈപ്പ് പേര് കിട്ടിയോ? എല്ലാവരും കിട്ടി. ഇനി കാര്യം പറഞ്ഞുതരാം. ആദ്യം പേര്, പിന്നീട് കാര്യം. യെസ്, കിട്ടി. കിട്ടിയല്ലോ. ആദ്യം തന്നെ ഈ ടൈം മീനിങ് എന്താണ്?
പ്രോബബിലിറ്റിയുടെ മീനിങ് എന്തായിരിക്കും മീനിങ് ഓഫ് ദ പ്രോബബിലിറ്റി എന്തായിരിക്കും? ചാൻസസ് ആണോ? ചാൻസസ് ആണോ? ദ ചാൻസസ് ആണോ? ദ ചാൻസസ് അല്ലേ? ദ ടേം പ്രോബബിലിറ്റിയുടെ മീനിങ് ചോദിക്കുകയാണ്, എന്തെഴുതും? ദ ചാൻസസ് ആണ്. സോ ഫസ്റ്റ് ടൈപ്പ് ദ സിമ്പിൾ റാൻഡം, ഈ കാണുന്ന ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കാണുന്ന ദ റാൻഡം പറയുകയാണെങ്കിൽ എന്താ റാൻഡം സാമ്പിളിംഗ്? റാൻഡം പറയുകയാണെങ്കിൽ എന്താണ് ദ റാൻഡം സാമ്പിളിംഗ് മീൻസ്? എന്താണ് എന്തായിരിക്കും ഇവിടെ റാൻഡം സാമ്പിളിംഗ്? ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ഞാൻ ആരുടെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആയിരിക്കും? ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ ആരുടെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം എന്ന് പറയുന്നത് അതേ ടൈപ്പ് റാൻഡം അല്ലേ? ഇതെല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ? ഇത് റാൻഡം സാമ്പിളിങ്ങിനകത്ത് വരുമ്പോൾ അവിടെയുള്ള സാമ്പിളുകൾക്കെല്ലാം ഒരു ഈക്വൽ ചാൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ? സാമ്പിളിങ്ങിന്റെ പാർട്ട് ആവാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന ടൈപ്പ് ഏതാ? ഏത് ടൈപ്പ്? റാൻഡം സാമ്പിളിംഗ് അല്ലേ? റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? കേട്ടോ, ഇങ്ങനെ പഠിക്കോ? ഒന്ന് കാണാൻ പഠിക്കരുത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇത് കാണാൻ പഠിക്കാനുള്ളത് അല്ല, കാര്യം മനസ്സിലാക്കി വേണം പഠിക്കാൻ. ശരിയാണോ ഇല്ലയോ? ഇത് കാര്യം മനസ്സിലാക്കി പഠിക്കുന്ന ടോപ്പിക്കല്ലേ? ഈ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയല്ലോ. Yes. കിട്ടിയല്ലോ? എല്ലാവരും കിട്ടിയോ? കിട്ടിയെങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പോൾ ഞാൻ സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് എന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് എന്ത് വിളിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളിൽ ആരെങ്കിലും എന്ത് ഇഷ്ടപ്പെട്ട ഒരു സാമ്പിൾ സെലക്ട് ചെയ്ത് വിളിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മാത്രം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ആർക്ക് പറയാം? അത് എന്ത് ടൈപ്പ് ആയിരിക്കും? അത് പ്രോബബിലിറ്റി ആണോ അതോ നോൺ പ്രോബബിലിറ്റി ആണോ? ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് വിളിച്ച് എന്ത് വിളിക്കാടെ? എന്ത് വിളിക്കാം? റിസർച്ചറുടെ ചോയ്സ് വരുന്ന ഏതാ? റിസർച്ചറുടെ ചോയ്സ് മാത്രം വരുന്നതാ. ഇവിടെ റിസർച്ചറിന്റെ ചോയ്സ് മാത്രം വരുന്നതാ. അത് വിളിക്കുന്നവര് ദ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. കാരണം എന്താ? ഇവിടെ വേറെ ആർക്കും ഒരു ചാൻസും ഇല്ല അല്ലേ? വേറെ ആർക്കും ഇല്ല. ഈ കംപ്ലീറ്റ് അതോറിറ്റി ഫുള്ള് വരുന്നത് ദ റിസർച്ചറിന്റെ കയ്യിലാ വരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദ സാമ്പിൾ ചോയ്സ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചിന്റെ കയ്യിലാണ് ദ ചോയ്സ് വരുന്നതാണെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? എന്താ ഇനി പറയോ? നോൺ പ്രോബബിലിറ്റി അല്ലേ? ആണല്ലോ. യെസ്, ഇതിന്റെ ടൈപ്പായിട്ട് വരുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ദ ഫസ്റ്റ് ഓപ്ഷനിൽ കാണുന്ന ദ സിമ്പിൾ റാൻഡം കാണുന്നുണ്ട് എല്ലാവരും. ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്ന നിങ്ങൾ എല്ലാ സ്ക്രീനിൽ കാണുന്ന ദ സിമ്പിൾ റാൻഡം. എന്താണ് സിമ്പിൾ റാൻഡം പറയുകയാണെങ്കിൽ ഇനി ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ എന്ത് പറയാതെ ഭാഗ്യക്കുറിയില്ലേ? ഭാഗ്യക്കുറി ആ എക്സാമ്പിൾ ആണോ? ഭാഗ്യക്കുറികൾ ഒരു എക്സാമ്പിൾ ആണോ? ഭാഗ്യക്കുറികൾ ലോട്ടറി ഒരു എക്സാമ്പിൾ ആണോ?
ആണോ? ആണ് 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 ആണ്. ഇനി ഇനി ടോസ് ഇടാറില്ല. ടോസ് ഇടുന്ന എന്ത് എക്സാമ്പിൾ? ടോസ് 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 എന്തിന് എക്സാമ്പിൾ? ടോസ് എന്തിന് എക്സാമ്പിളാ? അത് സിമ്പിൾ റാൻഡം അല്ലേ? അത് സിമ്പിൾ റാൻഡം അല്ലേ? സിമ്പിൾ റാൻഡം അല്ലേ അതും? ആണ് ടോസ് മെത്തേഡ്, കോയിൻ മെത്തേഡ്, കോയിൻ മെത്തേഡ് ടൈപ്പ് സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം അല്ലേ? സിമ്പിൾ റാൻഡം എന്ന് വിളിക്കാം. ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ? ഓ, ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ച് എല്ലാം പറയുകയാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാഫ് നേഴ്സ് എന്ത് മെത്തേഡ് എടുക്കും? കിട്ടിയോടെ? കിട്ടിയോടെ? കിട്ടിയോ? കിട്ടിയോ കുഞ്ഞുങ്ങളെ? കിട്ടിയോ? യെസ്. അപ്പൊ അടുത്ത ടൈപ്പ് എന്താ പറഞ്ഞത്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താ? ഇതിന്റെ അടുത്ത ഓപ്ഷൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താ? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താ? എന്താ? ആ, ഇപ്പൊ അത് നിങ്ങൾ ഇത്രയും പേരുണ്ട്, അതിൽ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഈ ഒരു ക്ലാസ്സിലുണ്ട്. അവരെ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഇത്രയും കുട്ടികളുണ്ട്. അവരെ ഞാൻ എന്ത് ചെയ്യടെ? ആസ് എ റിസർച്ചർ ഞാൻ എന്ത് ചെയ്യും ഇവിടെ? അവരെന്ത് ചെയ്യും? ചെറിയൊരു ഒരു ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യോ? ചെറിയ ഗ്രൂപ്പായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെറിയ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? അങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? അത് ആദ്യം പറയണം. അങ്ങനെ ഞാനിവിടെ ഡിവൈഡ് ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പ്, സ്മാൾ പോപ്പുലേഷൻ ഓഫ് ഗ്രൂപ്പ് എന്ത് വിളിക്കാതെ? സ്ട്രാറ്റ എന്ന് വിളിച്ചത്. സ്ട്രാറ്റ ആണോ? സ്ട്രാറ്റ എന്ന് വിളിക്കാം അല്ലെ? സ്ട്രാറ്റ എന്ന് വിളിക്കാം. ആസ് എ റിസർച്ചർ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഈ ആൾക്കാരെല്ലാം ഞാൻ ചെറിയ സ്മാൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വിളിക്കുന്ന പേര് സ്ട്രാറ്റ എന്ന് വിളിക്കാം. അങ്ങനെ സ്ട്രാറ്റയായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഡിവൈഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്താൽ അത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്? അത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആയിരിക്കും? ഓരോ ചെറിയ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് പറ്റി സ്ട്രാറ്റ ആക്കി മാറ്റിയ ശേഷം സാമ്പിൾ കളക്ട് ചെയ്ത് വിളിക്കുന്ന പേര് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കുക അല്ലെ? ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേരും ഈ സ്റ്റഡി ഗ്രൂപ്പിനകത്തുണ്ട്. ആസ് എ റിസർച്ചർ ഞാൻ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ചെറിയൊരു പോപ്പുലേഷനെ ഞാൻ ഒരു സബ് പോപ്പുലേഷൻ ആയിട്ട് ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്ത് മാറ്റി ഒരു സ്ട്രാറ്റ ആക്കി മാറ്റി അതിനുശേഷം സാമ്പിൾ കളക്ട് ചെയ്ത് അത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കാം. കിട്ടിയോ? കിട്ടിയല്ലോ എല്ലാവർക്കും? കിട്ടിയോ? യെസ്. ഇനി വേറെ സാമ്പിളിംഗ് ഉണ്ടോ? ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ടോ? ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താ സംഭവം? എന്തായിരിക്കും ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഒരു വലിയൊരു പോപ്പുലേഷനെ ചെറിയ ഗ്രൂപ്പ് ആക്കി മാറ്റുന്ന കാണോടെ? ആണോ അല്ലയോ? ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഒരു വലിയ പോപ്പുലേഷൻ ആണ്. ഞാൻ ആ വലിയ പോപ്പുലേഷൻ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി ഡിവൈഡ് ചെയ്ത് സാമ്പിൾ കളക്ട് ചെയ്യണമെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാണ്? എന്ത് വിളിക്കാം? ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലേ? അല്ലേ? ആണോ? ഇത്രയും കിട്ടിയവർക്ക് ഈസി ആണല്ലോ? ഇത്ര ഈസി എല്ലാവർക്കും ഈസി ആയിരുന്നു ഇത്രയും. യെസ്. ആണോടെ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിന്റെ ഓപ്ഷനിൽ ബാക്കിയുണ്ട്. പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓപ്ഷൻ ബാക്കിയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്താ, അതിന് ആ ഒരു സംശയം എന്തായിരുന്നു? ആ ഒരു സംശയം എവിടെ? അത് പറഞ്ഞിട്ട് പോ. ആ ഒരു സംശയം എവിടെ? ക്ലസ്റ്ററും സ്ട്രാറ്റും വ്യത്യാസം എന്താ അല്ലേ? ക്ലസ്റ്ററും സ്ട്രാറ്റയും തമ്മിൽ വ്യത്യാസം എന്താ? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ഈ പറഞ്ഞ ക്ലസ്റ്റർ സാമ്പിളിംഗ് വ്യത്യാസം എന്തായിരിക്കും? എന്തായിരിക്കും? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ഈ പറഞ്ഞ ക്ലസ്റ്റർ സാമ്പിൾ വ്യത്യാസം എന്തായിരിക്കും? എന്തായിരിക്കും? ആർക്ക് പറയാം? സ്ട്രാറ്റിഫൈഡ് ഈ പറഞ്ഞ ക്ലസ്റ്റർ തമ്മിൽ വ്യത്യാസം എന്തായിരിക്കും? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ഈ പറഞ്ഞ ക്ലസ്റ്റർ സാമ്പിളിങ്ങും വ്യത്യാസം എന്തായിരിക്കും? ആരോ ചോദിച്ചു, പറഞ്ഞുതരാം. ഒരു വലിയ പോപ്പുലേഷൻ എടുക്കുന്നു. അതിന് എന്ത് ചെയ്യുന്നു ഇവിടെ? അതിനൊരു ഗ്രൂപ്പ് എടുത്ത് സ്റ്റഡി ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഒരു വലിയ പോപ്പുലേഷനെ നിന്നും ഒരു ചെറിയ ക്ലസ്റ്റർ ഗ്രൂപ്പ് എടുത്ത് മാത്രം സ്റ്റഡി ചെയ്ത് എന്ത് വിളിക്കാം? ഒരു വലിയ പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പ് എടുത്ത് സ്റ്റഡി ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ആർക്ക് പറയാം? അത് ക്ലസ്റ്റർ അല്ലേ? ഇനി ഇതേ പോപ്പുലേഷനെ കുറെ സ്മാൾ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ സ്മാൾ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് എടുത്ത് എന്തായിരിക്കും? ഇതേ വലിയ ഗ്രൂപ്പിനെ ചെറിയ സ്മാൾ സ്ട്രാറ്റ പോലുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റി അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? സ്ട്രാറ്റിഫൈഡ്. ഇനിയൊരു ടൈപ്പ് ഉണ്ട്, ആർക്കറിയാൻ പറയുമ്പോ. ഇനി എല്ലാരും കേട്ടിട്ടുണ്ടോ? കോട്ട സാമ്പിളിംഗ്. കേട്ടിട്ടുണ്ടോ? കോട്ട സാമ്പിളിംഗ് കേട്ടിട്ടുണ്ടോ? കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്തായിരിക്കും? കോട്ട സാമ്പിളിംഗ് ഈ ഒരു ഗ്രൂപ്പിനകത്ത്, ഇപ്പോൾ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിനകത്ത് അതിലുള്ള എല്ലാവർക്കും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് സാമ്പിൾ സ്ഥലത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും ഇവിടെ? ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തു? ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്താൽ എന്ത് വിളിക്കാം? കോട്ട സാമ്പിളിംഗ് എന്ന് വിളിക്കാം. അതായത് ഈ പറഞ്ഞ റിസർച്ചർ എന്ത് ചെയ്യോടെ എല്ലാവർക്കും ഈക്വൽ പ്രൊപ്പോർഷണൽ കൊടുക്കും കേട്ടോ. ഈക്വൽ പ്രൊപ്പോർഷണൽ കൊടുത്താൽ വിളിക്കുന്ന പേരെന്താണ്? എന്ത് വിളിക്കാം? കോട്ട സാമ്പിളിംഗ് എന്ന് വിളിക്കാം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കാര്യം കിട്ടിയോ? സാമ്പിളിംഗ് കിട്ടിയോ? എല്ലാവർക്കും സാമ്പിളിംഗ് കിട്ടിയോ? ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ മാത്രം കാണുന്നു. റേഷ്യോ സാമ്പിളിംഗ് എന്താ? റേഷ്യോ സാമ്പിളിംഗ് ഇതേ ഗ്രൂപ്പിനകത്തുള്ള ഫീമെയിൽസിനെയും മെയിൽസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതേ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്റ്റഡി ഗ്രൂപ്പിനകത്ത് നിന്ന് മെയിൽസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈക്വൽ റേഷ്യോയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഇതേ ഗ്രൂപ്പിൽ നിന്ന് കുറെ ഫീമെയിൽസിനെയും കുറെ മെയിൽസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് സാമ്പിൾ സെലക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? റേഷ്യോ സാമ്പിളിംഗ്. എല്ലാവർക്കും കിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ കണ്ണ് മടച്ചുകൊണ്ട് കിട്ടുന്ന ടോപ്പിക് കിട്ടിയോ? ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഈ ഒരു സംഭവം. ഈ കുറെ ദിവസം വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഈസിയായി കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? എല്ലാം കിട്ടിയോ? യെസ്. കിട്ടിയ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും
എല്ലാവർക്കും കിട്ടിയല്ലോ. ആ സിസ്റ്റമിൽ പറഞ്ഞില്ലേ, സിസ്റ്റമിൽ പറഞ്ഞില്ലേ, സിസ്റ്റമിൽ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, സിസ്റ്റമിൽ പറഞ്ഞില്ലേ? ഇല്ലേ ഇല്ലേ ഇല്ലേ, സിസ്റ്റമിൽ പറഞ്ഞില്ലേ? സിസ്റ്റമിൽ പറഞ്ഞില്ല അല്ലേ? സിസ്റ്റമിൽ പറഞ്ഞില്ല, പറയാം, സിസ്റ്റമിൽ പറഞ്ഞുതരാം. ഈ സിസ്റ്റമിൽ പറയുന്ന ഈ പറഞ്ഞ സിസ്റ്റമിക്ക് ഒരു ടൈപ്പ് ഓഫ് ഫോർമുല ഉപയോഗിക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ടോ? സിസ്റ്റമിക് സാമ്പിളിംഗിൽ എന്തെങ്കിലും ഫോർമുല ഉപയോഗിക്കുന്നുണ്ടോ? എവിടെയോ ഒരു ഫോർമുല കണ്ടിട്ടുണ്ടോ? K is equal to capital N divided by small n. The K is equal to capital N divided by small n. കണ്ടുണ്ടോ? K is equal to the capital N divided by small n. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്തായിരിക്കും ദ സിസ്റ്റമിക് സാമ്പിളിംഗ് എന്ന് പറയാൻ? എന്താ ദ സിസ്റ്റമിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ സാമ്പിൾ എങ്ങനെ സെലക്ട് എടുക്കുന്നത്? ഇവിടെ സാമ്പിൾ ഞാൻ എങ്ങനെ എടുക്കും? സാമ്പിൾ എങ്ങനെ എടുക്കും? ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഞാൻ സാമ്പിൾ എങ്ങനെ എടുക്കും? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. സാമ്പിളിംഗ് ഞാൻ സാമ്പിൾ എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കും? ഇവിടെ റിസർച്ച് ഞാൻ എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്? ഒരു പോപ്പുലേഷനിൽ നിന്ന് റെഗുലർ ഇന്റർവെൽ അനുസരിച്ചാണോ? ഒരു പോപ്പുലേഷന് ഒരു റെഗുലർ ഇന്റർവെൽ സാമ്പിൾ സെലക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു റെഗുലർ ഇന്റർവെൽ അനുസരിച്ച് സാമ്പിൾ സെലക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ദ സിസ്റ്റമിക് സാമ്പിളിംഗ്. ദ സിസ്റ്റമിക് സാമ്പിളിംഗ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇത്രയും പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഞാൻ ഒരു സാമ്പിൾ എടുത്ത് വിളിക്കുന്ന പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഒരു അരമണിക്കൂർ ഞാൻ ഒരാളെ സാമ്പിൾ എടുക്കുന്നു, വീണ്ടും അരമണിക്കൂർ സാമ്പിൾ എടുക്കുന്നു. ഓരോ റെഗുലർ ഇട്ട് ഈ പറഞ്ഞ ഓരോരുത്തരിൽ നിന്ന് ഓരോ പേര് സെലക്ട് ചെയ്ത് വിളിച്ചാൽ എന്ത് വിളിക്കാം? അത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിക്കോട്ടെ, ഓരോ ഇന്റർവെൽ അനുസരിച്ച്, ഓരോ ടൈം പീരീഡ് അനുസരിച്ച് നിങ്ങളെ സാമ്പിൾ സെലക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ദ സിസ്റ്റമിക് സാമ്പിളിംഗ് എന്ന് വിളിക്കാം. ഇതാണ് എന്റെ എക്സാമ്പിൾ. കിട്ടിയോ? എന്റെ എക്സാമ്പിൾ എപ്പോഴും എല്ലാവരും നിങ്ങൾ തന്നെയാണ് കേട്ടോ. എന്റെ എക്സാമ്പിൾ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. അത് വെച്ചാണ് ഞാൻ വെക്കുന്നത്. കിട്ടിയോടെ? Is it clear for all? Yes. വലിയ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. യെസ്, ഇത്രയും മതിയല്ലോ. യെസ്, ഓക്കെ. എല്ലാവർക്കും ഒക്കെ ഇന്നത്തെ ടോപ്പിക് ക്ലിയർ ആണല്ലോ? ഇന്നത്തെ സബ്ജക്ട് ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. റിസർച്ച് പ്രോസസ് സ്റ്റെപ്പ് ഏതൊക്കെയാണ്? റിസർച്ച് പ്രോസസ് സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരു കോഡുണ്ട്. അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവല്യൂഷൻ വിളിക്കുന്ന കോഡ് എന്താ? അസസ്മെന്റ് ആദ്യത്തെ ലക്ഷ്യം. അസസ്മെന്റ് ഫസ്റ്റ് ലെറ്റർ എ, ഡയഗ്നോസ്റ്റിക് ഫസ്റ്റ് ലെറ്റർ ഡി, പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ലെറ്റർ പി, ഇത് ഇംപ്ലിമെന്റേഷൻ ഫസ്റ്റ് ലെറ്റർ ഐ, ഇവാലുവേഷന്റെ അവസാന ലെറ്റർ ഇ. എന്താണ് കോഡ്? റിസർച്ച് പ്രോസസിന്റെ എന്താണ് കോഡ്? എല്ലാവരും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. ആഡ് പൈ മറന്നു പോകരുത്. എപ്പോഴും സീക്വൻസ് ചോദിക്കാറുണ്ട്. എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞിട്ട് പോയാൽ മതി. എല്ലാവരും പറഞ്ഞിട്ട് പോയി പഠിക്കാം. ഓക്കെ ആണോ? എന്റെ ഇപ്പൊ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യോ? ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യല്ലോ.
അറ്റൻഡ് ചെയ്യല്ലോ. പിന്നെ എന്ത് സംശയം എനിക്ക് ഒരു മെസ്സേജ് അയച്ചോ കേട്ടോ. എന്ത് സംശയം എനിക്ക് മെസ്സേജ് അയച്ചോ. ഓക്കെ ഓക്കെ. ഓടി ഗ്രൂപ്പിലോട്ടോ, ഓടി ചറപ്പുറ ഗ്രൂപ്പിലോട്ടോ കേട്ടോ. ചറപ്പുറ ഗ്രൂപ്പിൽ ആരും പൊക്കളയില്ലേ ഈ ഗ്രൂപ്പിലോട്ടോ.